ബഹുമാനികളെ, ജനാസ നിസ്കാരം അത് സുന്നത്താണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കുക സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇമാമ് നിൽക്കേണ്ടത് എവിടെയാണെന്നും പറഞ്ഞു. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ എവിടെ നിൽക്കണം എന്നും പറഞ്ഞു. ഇനി സൊഫുകളെ കാര്യം. വയുസന്നു ഫീഹ ജഅലു സുഫൂഫി, സൊഫുകളെ ആക്കൽ സുന്നത്താണ്. സലാസത്തൻ, 3 കൊണ്ടാ തുടങ്ങേണ്ടത്. 3 സൊഫുകളാക്കൽ സുന്നത്താണ്. അക്സറ, 3നേക്കാൾ കുറേ ആളുണ്ട് എങ്കിൽ എത്രയോ അധികമാക്കാം. കുറച്ച് ആളേ ഉള്ളൂ. ഹൈസുഖാന മഅ്മൂന സിത്തത്തുൻ, 6 ആളുകളെ മഅ്മൂമിങ്ങളുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? 2, 2, 2. മയ്യത്ത് ഇവിടെ ഉണ്ട്, ബാക്കിൽ 2 ആള്, അതിൻ്റെ ബാക്കിൽ 2 ആള്, അതിൻ്റെ ബാക്കിൽ 2 ആള്. ഇങ്ങനെ 3 സൊഫുകളാക്കൽ സുന്നത്ത. അങ്ങനെ ആക്കാനുള്ള കാരണം ഒരുപാട് പ്രത്യേകതകൾ സൊഫിനെ കുറിച്ച് ഹദീസുകൾ കാണാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. 3 സൊഫുകൾ ആയി നിസ്കരിക്കാനുള്ളതായ ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. വഅൻ മാലിക് ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസത സുഫൂഫിൻ മിനൽ മുസ്ലിമീൻ. ഒരു മുസ്ലിം മരണപ്പെട്ടു, ആ മരിച്ച ആൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൂടി 3 സൊഫുകൾ ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട 3 സൊഫ് ആളുകൾ നിസ്കരിക്കാൻ കൂടിയാൽ ഇല്ല ഔജബ എന്ന് പറഞ്ഞാൽ ഇല്ല വജബത്ത് ലഹുൽ ജന്ന, അയാളെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്ത് ആ മയ്യിത്തിനെ സ്വർഗത്തിന്റെ അവകാശികൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി കഴിഞ്ഞു. സ്വർഗം കിട്ടി, സ്വർഗം നിർബന്ധമായി പോയി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെയാണ്, കുറച്ചാളുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കേണ്ടത്. കുറേ ആളുള്ളടത്ത് പിന്നെ വിഷയം നമ്മൾ എന്താണ് 40ന്റെ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ. 40 ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാൻ കൂടെ. 40 ആളുകൾ പറഞ്ഞാൽ ഫാൻ്റൊക്കെ താഴ്ത്തിയിട്ട് അവരത്തൊക്കെ വെളിവാക്കിയിട്ടുള്ള 40 ആൾ. അതിൽ ഒരാളായിട്ട് എണ്ണൂല. സൂപ്പർ 4 ആൾ. മയ്യിത്ത് നിസ്കരിക്കാൻ അറിവുണ്ട്, നല്ല മനുഷ്യന്മാരാണ്. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ജനാസന്റെ പിന്നിൽ അണിചേരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല കൈകളിലൂടെയാണ് നമ്മളെ മയ്യിത്ത് ഇങ്ങനെ ഖബറിലേക്ക് പോകേണ്ടത്. അതിനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ഇവിടെ 40 ആളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല. 40 ആളുകൾ ഒരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചപ്പോൾ ആ 40 ആളെ വിശേഷണം പറയുന്നുണ്ട്. ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ആരെയും പങ്കു ചേർക്കാത്ത നല്ല ശുദ്ധിയുള്ള തൗഹീദുള്ള ഷിർക്കിന്റെ ലെവലേശമില്ലാത്ത ആളുകളാവണം. അതവിടെ പോയിന്റുള്ളത്. ഷിർക്കിന്റെ ലെവലേശമില്ലാത്ത നല്ല പക്ക സുന്നി, നല്ല ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിന് കൂടി. അല്ലാഹുവിൽ യാതൊരു പങ്കു ചേർക്കലും ഇല്ല. തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ, തൗഹീദുള്ള ആളുകൾ കൂടെ നിൽക്കണമെന്നതിന് തെളിവാണ് ഈ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കുറെ ആളുകളെ നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. അങ്ങനത്തെ ആളുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇല്ല ശഫഅഹുമുല്ലാഹു ഫീഹി, അവരെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഷഫാഅത്ത് ചെയ്യാണ് ഈ മയ്യത്തിന് വേണ്ടി നിസ്കാരം. ഇയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്തിന് വേണ്ടി ഇത്രയും ആളുകൾ കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യാണ് അല്ലാഹുവിനോട്. ആ ഷഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കില്ല. ഇനി 100 ആളെ പറ്റി പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ قالت قال رسول الله صلى الله عليه وسلم
മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ യബ്ലുഊന മിഅത്ത് കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി. നല്ല 100 ആളുകൾ മയ്യത്തുകാരത്തിനുണ്ടായി കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു, ഷഫായത്ത് ചെയ്യുന്നു. അവരുടെയൊക്കെ ഷഫായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല ആളുകൾക്ക് നമ്മൾ മയ്യത്തിൻ്റെ കൂടാനുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ അന്നേരം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ഉണ്ടാക്കിയെടുക്കാനും ഉണ്ടാതിരുന്നാൽ പറ്റൂല എന്ന്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, ഉഷാറുള്ള ബന്ധങ്ങൾ. ഒഴിവുള്ള സമയത്തൊക്കെ നല്ല നല്ല ആളുകളോട് കൂടെ സഹവസിക്കാൻ വേണ്ടി ശ്രമിക്കണം. എവിടെയെങ്കിലും വലിയ സദസ്സുകളൊക്കെ നടക്കണമെങ്കിൽ അവിടെയൊക്കെ പോയി, പൈസ എല്ലാത്തിനും വേണട്ടാ, കാശില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. അപ്പം ഉണരും, ആ ആള് ഇവിടെ വരലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തല്ലുണ്ട്, അങ്ങനെ മരിച്ചാലിങ്ങനെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പള്ളിപ്പടിക്കൊക്കെ സഹായിച്ച ആളുകൾ അള്ളാഹു തആല സഹായിക്കുമാറാവട്ടെ. ഇനി നാളെ നമുക്ക് പറയാനുള്ളത് മയ്യത്തിൻ്റെ കൂടെ അനുഗമിക്കുന്ന ആളുകളെ കുറിച്ചും ഖബറിങ്ങൾക്ക് പോണ ആളെ കുറിച്ചും ഖബറിൻ്റെ മറമാടൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ്. കുറേ ആളുകൾ വഴിയിലിക്കും, മയ്യത്ത് വരുന്നതും കാത്ത് പള്ളിക്ക്. ഇപ്പം കൂടുതൽ ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ആ മയ്യത്ത് നിസ്കാരം എഴുതിച്ചുണ്ടാവുമല്ലോ, അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാത്തിക്കും. പെരീന്ന് മയ്യത്തിൻ്റെ കൂടെ പോരില്ല. അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട്. നാളെ ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനുർ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ചേർക്കണേ അല്ലാഹ്. പ്രഭാത സമയത്തുള്ള പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഇല്ലാത്തതൊക്കെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഉള്ളതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൊടുത്തതിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. സൂക്ഷിച്ചു വെച്ചതിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാ ആളുകളുടെയും ആരോഗ്യനില നിനക്കറിയാമല്ലോ റബ്ബേ. ഒരുപാട് സുഖമില്ലാത്ത ആളുകളാണ് ഞങ്ങളോടൊപ്പമുള്ളവർ. ശാരീരികമായും മാനസികമായും ഒക്കെ തളർന്നവരാണ്. എല്ലാവർക്കും വേണ്ടുന്ന ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും ഖൈറായ ജീവിതം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഒരുപാട് ഹലാലായ മുറാദുകളുള്ളവരാണ്. എല്ലാം നീ വേഗത്തിൽ വീട്ടി തരണേ അല്ലാഹ്. പടച്ചോനെ, നല്ലൊരു മാസത്തിൻ്റെ ദിവസങ്ങൾ ഞങ്ങളിവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി വിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നീ വരുത്തല്ല അല്ലാഹ്. ഓരോരുത്തരും ജോലിക്ക് പോകുന്നവരാണ്, പലവിധ ജോലികളും ചെയ്യുന്നവരാണ്. എല്ലാവരുടെ ജോലിയിലും നീ ഖൈറും ബറക്കത്തും സിഹത്തും നൽകണേ അല്ലാഹ്. തടിക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. ചെയ്തു പോയ കുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ബദർ മൗലിദിൻ്റെ മജ്‌ലിസിന് അടുത്ത മാസാന്തത്തിലേക്ക് വരുന്നു. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് അരി 30 കിലോ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 35 വെച്ചാണ്. അപ്പം എന്നാൽ 35 തരാമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, ആ ഏറ്റെടുത്ത ഉമ്മയും ആ വീട്ടിലത്തെ മോനും ആ വീട്ടിലത്തെ കുട്ടികൾക്കും അള്ളാഹുവേ ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാഹ്. അവരതിന് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിച്ച പൈസയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മളെ ക്യാൻറ്റീനിലെ ഉമ്മയും അരി ഏറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ പൈസ ഞാൻ ഇറച്ചിക്കാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അള്ളാഹുവേ, അവരെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വിദേശത്ത് പോയവനിക്ക് നീ സുഖമുള്ള ജോലി നൽകണേ അല്ലാഹ്. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങളെ മഹലിൽ എല്ലാവർക്കും ഇതിനുകൊണ്ടുള്ള ഗുണങ്ങൾ നീ എത്തിക്കണേ റബ്ബേ. ഞങ്ങളെ പള്ളിയുടെ പണി എത്രയും വേഗം അറിയാത്ത ഭാഗത്തിലൂടെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين. ഒരുപാട് കസേരകൾ വാങ്ങിത്തന്ന ഉമ്മമാരുണ്ട്, അവർക്ക് കാശ് കൊടുത്ത വീട്ടിലെ കുടുംബനാഥന്മാരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. പടച്ചോനെ, അപകടങ്ങളോ അപകട രോഗങ്ങളോ ആ സ്വതക്ക കാരണം നീ നൽകല്ല അല്ലാഹ്. ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്, തിങ്കളാഴ്ച. ഉമ്മമാരെ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്.
ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ